ഓം ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം. ആത്മസ്വരൂപരെ, ഗുരുദേവന്റെ ദർശനങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തനീയ വിഷയം അധമാരാധനകളെ വർജിക്കണം. അന്ധവിശ്വാസങ്ങളെയും പ്രാണിഹിംസ മുതലായ അമംഗളാചരണങ്ങളോടുകൂടെ അനുഷ്ഠിക്കപ്പെടുന്ന ദുർദേവതാരാധനകളെയും നിരാകരിക്കുക. പ്രിയരെ, ജനങ്ങൾക്കിടയിൽ പരിവർത്തനങ്ങൾ നടപ്പിൽ വരുത്താൻ തക്കവിധം പ്രസംഗങ്ങളും പ്രചാരവേലകളും നടത്താൻ യോഗം പ്രവർത്തകന്മാർക്ക് 1905 ഗുരുദേവൻ കൽപ്പിച്ചു നൽകിയ നിർദ്ദേശമാണിത്. യാതൊരു യുക്തിവിചാരവും കൂടാതെ ഉറച്ചുപോകുന്ന വിശ്വാസമാണ് അന്ധവിശ്വാസം. അതിന്റെ അടിത്തറ മുഴുവൻ അജ്ഞാനത്തിന്റെ കൂരിരുൾ കൊണ്ട് ദൃഢമാക്കപ്പെട്ടതാണ്. അറിവ് പൂർണ്ണമായും മൂടപ്പെട്ടിരിക്കുന്നവനിലാണ് അന്ധവിശ്വാസം പൂത്തുലഞ്ഞു നിൽക്കുന്നത്. അവനിലെ ബുദ്ധിയും ചിന്തയുമെല്ലാം കെട്ടുനിൽക്കുന്ന അവസ്ഥയാണിത്. ജന്തുക്കളെ കൊന്നു രക്തം ബലിയർപ്പിച്ചും മദ്യം നിവേദിച്ചും അമംഗളകരമായ മറ്റ് ആരാധനകൾ ചെയ്തും ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ അവനിലെ മനുഷ്യത്വത്തിന്റെ ഏറ്റവും താഴത്തെ നിലയും അറ്റുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അധമാരാധനയിലൂടെ മനുഷ്യൻ മനുഷ്യനല്ലാതാവുകയും മൃഗതുല്യനായി തീരുകയും ചെയ്യുന്നു. മനുഷ്യരൂപിയായിരുന്നു കൊണ്ട് മനുഷ്യന്റെ ഹൃദയബുദ്ധികളെ നശിപ്പിക്കുന്ന ഇത്തരം അമംഗളാചാരങ്ങൾ നിരാകരിക്കപ്പെട്ടില്ലെങ്കിൽ മനുഷ്യനും അവന്റെ ജീവിതവും അശാന്തിയും അസ്വാതന്ത്ര്യവും കൊണ്ട് മൂടപ്പെട്ടുപോകും. മരണതുല്യമായ ഈ അവസ്ഥയിൽ നിന്നും മോചിക്കുകയും മറ്റുള്ളവരെ മോചിപ്പിക്കുകയും വേണം. അപ്പോഴാണ് നന്മയുടെ ഒരു പൊതു ലോകത്തേക്ക് മനുഷ്യൻ ഉയർത്തപ്പെടുന്നത്. സ്നേഹപൂർവ്വം രഞ്ജൻ കയനാടത്ത്.